കൊച്ചി സ്വദേശിനിയായ അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിൽ ജോലി ചെയ്ത കമ്പനിക്കെതിരെ കുടുംബം. അമിത ജോലിഭാരം കാരണമാണ് അന്നയുടെ മരണമെന്നാണ് ആരോപണം. ബഹുരാഷ്ട്ര അക്കൌണ്ടിംഗ് കമ്പനിയായ ഏണസ്റ്റ് ആൻഡ് യങ്ങിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റായാണ് അന്ന ജോലി ചെയ്തിരുന്നത്. അതേസമയം അന്നയുടെ മരണത്തിൽ അതിയായ ദുഃഖമുണ്ടെന്നും ആരോഗ്യപരമായ തൊഴിൽ സാഹചര്യം ഉറപ്പാക്കുമെന്നും EY അറിയിച്ചു. അന്നയുടെ മരണത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. അവൾ CA പാസ്സായത് ഫെബ്രുവരിയിലാണ് റിസൾട്ട് വന്നത്. ഫസ്റ്റ് പ്ലേസ്മെൻറ്റ് കിട്ടിയത് EY പൂനെയിലാണ്, ടാക്സ് ഓഡിറ്റിലാണ്. അപ്പം March 18 അവിടെ ജോയിൻ ചെയ്തത്. അവർ ചെയ്തുകൊണ്ടിരുന്ന ഔട്ട്സൈഡ് ക്ലയൻസിൻ്റെ ഓഡിറ്റിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ലാസ്റ്റ് ചെയ്ത ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബജാജ് ഓട്ടോയുടെ ഓഡിറ്റിംഗ് ആയിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് അവരുടെ ഓഡിറ്റിംഗ് ഒരു നിശ്ചിത സമയത്തിനകം ചെയ്തു തീർക്കണം. അപ്പോൾ ആ നിശ്ചിത സമയം പാലിക്കാനായിട്ട് ഇവർ ചിലപ്പം ഒത്തിരി രാത്രി വരെ ഇരുന്ന് ജോലി ചെയ്യണം. അത് കഴിഞ്ഞ് തിരിച്ച് അവൾ താമസിക്കുന്ന PGയിൽ അവൾ എത്തുമ്പോൾ 1:30 മണിയെങ്കിലും 1:30 മണിയായാൽ ഇവർക്ക് ആ വർക്കിൻ്റെ പുറമേ ഉള്ള അഡീഷണൽ വർക്കും കൊടുക്കും. പല ദിവസങ്ങളും അവർ ഉറങ്ങാറില്ല. പിന്നെ അവർക്ക് ഭക്ഷണം കിട്ടില്ല. PGയിലാകുമ്പോൾ 10 മണി വരെ ഭക്ഷണം കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അവർക്ക് ഭക്ഷണം കിട്ടില്ല. അപ്പം ഇങ്ങനെ ഉറക്കം ഇല്ലായിരുന്നു, ഭക്ഷണവും സമയത്തിനില്ലായിരുന്നു. അങ്ങനെ എല്ലാം കൂടി വന്നപ്പോഴാണ് ഇവർക്ക് ഈ പ്രശ്നം തുടങ്ങിയത്. അല്ല, EYന്ന് അവൾ മരിച്ചു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ആരും വന്നില്ല. പ്ലസ് അവളുടെ ഫ്യൂണറലിന് പോലും EYന്ന് ആരും പങ്കെടുത്തില്ല. EYയുടെ ഇവിടെ ലോക്കൽ ഓഫീസുണ്ട് ഇൻഫോ പാർക്കിൽ. അവിടുന്ന് പോലും അവരുടെ റെപ്രസെൻറ്റേറ്റീവിനെ അയച്ചില്ല. അഞ്ജലി ശ്രീധരാജ് നൽകും വിവരങ്ങൾ. അഞ്ജലി, ജോലി സമ്മർദ്ദം എന്നതിനപ്പുറം അത് ശാരീരികമായ ബുദ്ധിമുട്ടുകളിലേക്ക് പോലും അന്നയെ കൊണ്ടുപോയിരുന്നു എന്നാണ് ഇപ്പോൾ അവിടെ എത്തി അഞ്ജലി സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്നത് എന്താണ് അഞ്ജലി? വിജയ, വലിയ ഹൃദയവേദനയോടെയാണ് ആ അമ്മ, അന്നയുടെ അമ്മ, ഈ കമ്പനി EY കമ്പനിയുടെ സിഇഒയ്ക്ക് ഒരു കത്തയച്ചത്. എന്നാൽ കമ്പനിയിൽ നിന്നും ഇവർക്ക് ലഭിച്ച റെസ്പോൺസ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫോറം, ഇത്തരത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട് ഈ തൊഴിലാളികൾക്കിടയിൽ ഒരു ഫോറം രൂപീകരിക്കും. എന്നാൽ ഇത്തരം ഒരു ഫോറം നിലവിൽ തന്നെ കമ്പനിയിൽ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഇത്തരത്തിൽ അന്നയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതെന്നാണ് അച്ഛൻ നമ്മളോട് പ്രതികരിച്ചത്. അതായത് വലിയ ഹൃദയവേദനയാണ് ആ അച്ഛൻ നമ്മളോട് പങ്കുവെക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇടറുകയാണ്. കാരണം അത്രമാത്രം ജോലിയോടും അല്ലെങ്കിൽ പഠനത്തിലും മികവ് പുലർത്തിയ ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ യുവതിയാണ് അന്ന. അപ്പോൾ അന്നയുടെ ഈ ഇത്തരത്തിൽ പലപ്പോഴായി അന്നയ്ക്ക് ഇത്തരത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം പിതാവ് അച്ഛൻ ഇത്തരത്തിൽ തിരിച്ചു പോന്നോളൂ, ജോലി റിസൈൻ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടും ഈ കമ്പനിയിൽ, ബഹുരാഷ്ട്ര കമ്പനി ആയിട്ടുള്ള EYയിൽ ജോലി ചെയ്താൽ തന്റെ ഭാവിക്കും മുന്നോട്ടുള്ള കരിയറിലും ഒരുപാട് പ്രയോജനം ചെയ്യുമെന്നുള്ള കൂട്ടുകാരുടെ, അന്നയുടെ സഹപാഠികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന വീണ്ടും അവിടെ പിടിച്ചു നിന്നത്. എന്നാൽ തിരിച്ചു പോരാൻ അച്ഛൻ പറഞ്ഞിരുന്നു. പക്ഷേ അന്ന ഇത്തരത്തിൽ വലിയ രീതിയിൽ ഭാവി മുന്നോട്ട് കാണുകയും വലിയ സ്വപ്നങ്ങളുമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും അവിടെ തുടരുകയാണ്. ഇതിനു മുമ്പ്, അതായത് ഇത്തരത്തിലൊരു ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ കണ്ട സമയം തന്നെ ഇത്തരത്തിൽ അന്നയുടെ അച്ഛനും അമ്മയും അന്നയെ കാണാൻ പോയപ്പോൾ അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു അന്ന ഉന്നയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നമൊന്നും അന്നയ്ക്കില്ല. പക്ഷേ ഉറക്കക്കുറവും ഭക്ഷണമില്ലായ്മയുമാണ് അന്നയുടെ പ്രധാന പ്രശ്നമെന്ന് അന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ഇതിൽ എന്തെങ്കിലും തീരുമാനം നിങ്ങൾ എടുക്കണമെന്നാണ് രക്ഷിതാക്കളോട് പറഞ്ഞത്. പക്ഷേ അന്ന അവിടെ വീണ്ടും തുടരാനുള്ള കാരണം അത്രയ്ക്കും അന്നയ്ക്ക് ഈ ജോലിയോടുള്ള താല്പര്യവും മുന്നോട്ടുള്ള കരിയറും തന്നെയാണ്. ഇത് അന്ന ഇത്തരത്തിൽ ഈ ഹോസ്റ്റലിൽ PGയിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അന്നയുടെ ഫ്യൂണറലിന് പോലും കമ്പനി അധികൃതരിൽ നിന്നും, അതായത് കൊച്ചിയിൽ അവരുടെ ഒരു യൂണിറ്റ് ഉണ്ട്, ഇത്തരത്തിൽ ആരും തന്നെ എത്തിയില്ലെന്നാണ് അച്ഛൻ നമ്മളോട് വ്യക്തമാക്കുന്നത്. കൂടാതെ അന്ന 12:30 വരെ അന്നയ്ക്ക് ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ 12:30 കഴിഞ്ഞ് 1:30 അന്ന താമസിക്കുന്ന PGയിൽ എത്താനായിട്ട്. പക്ഷെ PGയിൽ എത്തുമ്പോൾ പോലും അന്നയ്ക്ക് അവിടെ നിന്ന് ഉറങ്ങാൻ കഴിയുന്നില്ല. കാരണം വീണ്ടും തലേ ദിവസത്തെ വർക്കുകൾ പെൻഡിംഗ് ഉണ്ട്, അത് ഉടൻ തന്നെ സബ്മിറ്റ് ചെയ്യണമെന്നുള്ള രീതിയിലുള്ള പ്രഷർ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് PGയിൽ എത്തിയാൽ പോലും അന്നെ ഒന്ന് വിശ്രമിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രഷറായിരുന്നു അന്നയ്ക്ക് ഉണ്ടായിരുന്നതെന്ന് എന്നാണ് അച്ഛൻ വ്യക്തമാക്കുന്നത്. തുടർന്ന് അന്ന ഇത്തരത്തിൽ കണ്ടിന്യൂസായി വർക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കുഴഞ്ഞു വീണ് അന്ന മരണപ്പെടുന്നത്. ഇപ്പോൾ അന്നയുടെ അമ്മയ്ക്കും ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട്, മകളുടെ വിയോഗത്തിൽ അമ്മയും ആകെ തളർന്നിട്ടാണുള്ളതെന്നാണ് അച്ഛൻ നമ്മളോട് വ്യക്തമാക്കുന്നത്. അതായത് കമ്പനിക്കെതിരെ വലിയ നടപടി സ്വീകരിക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടി മുന്നോട്ട് പോകാനല്ല താങ്കൾ ഒരു കത്തയച്ചത്, അതായത് ഇത്തരത്തിൽ കമ്പനി സിഇഒക്ക് ഒരു കത്തയച്ചതെന്നാണ് അച്ഛൻ വ്യക്തമാക്കുന്നത്. കാരണം ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള ജോലി സംബന്ധമായിട്ടുള്ള ജോലി ഭാരം, ഇത്തരത്തിൽ കോർപ്പറേറ്റ് കമ്പനികൾ വലിയ രീതിയിലാണ് അവിടെയുള്ള സ്റ്റാഫുകളെ ചൂഷണം ചെയ്യുന്നതെന്നാണ് അന്നയുടെ അച്ഛൻ വ്യക്തമാക്കുന്നത്. ഇതിലൊരു നടപടി വേണം. ഇനി ഒരിക്കലും അന്നയെപ്പോലെ മറ്റൊരാൾ ഇത്തരത്തിലൊരു ദുരിതം അനുഭവിക്കരുത് എന്നുള്ള വേദനയോടെയാണ് അച്ഛൻ നമ്മളോട് പങ്കുവെക്കുന്നത്. EYയുടെ ഭാഗത്ത് നിന്നും ഔദ്യോഗികമായിട്ട് കമ്പനിയുടെ പ്രതിനിധികളൊന്നും അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടില്ല. ഇത്തരത്തിലൊരു ഫോറം രൂപീകരിക്കും എന്ന് മാത്രമാണ് വ്യക്തമാക്കിയത്. കൂടാതെ മറ്റൊരു കാര്യം എന്തെന്നാൽ
അന്ന മരണപ്പെട്ടതിനെ തുടർന്ന് അന്നയ്ക്ക് ആ കാര്യങ്ങൾ അന്വേഷണം നടത്താനോ അല്ലെങ്കിൽ കുടുംബവുമായിട്ടോ കൂടിച്ചേരാനോ ഒന്നുമല്ല കമ്പനി ശ്രമിച്ചത്. ഉടൻ തന്നെ അന്നയുടെ ഒഴിവിലേക്ക് മറ്റൊരാളെ ജോലിക്കെടുക്കാനുള്ള ശ്രമങ്ങൾ കമ്പനി നടത്തുന്നുണ്ടെന്നുമാണ് അച്ഛൻ വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ലിങ്ക്ഡിനിൽ ഇത്തരത്തിലുള്ള ഒരു വേക്കൻസി കാണിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് അച്ഛൻ വ്യക്തമാക്കുന്നത്. അതായത് അന്നയുടെ വിയോഗത്തിൽ ഇത്തരത്തിൽ വീണ്ടും ഒരാളെ കൂടെ എടുക്കാനാണ് കമ്പനി ശ്രമിക്കുന്നത്, അല്ലാതെ കുടുംബത്തിനൊപ്പം ചേരാനോ. അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കൊച്ചിയിൽ ഇത്തരത്തിൽ ഈ കമ്പനിയുടെ ഒരു യൂണിറ്റ് ഉണ്ട്, അവിടെ നിന്നുള്ള ആളുകൾക്ക് എങ്കിലും ഈ അന്നയുടെ ഫ്യൂണറലിൽ എത്തിച്ചേരാൻ പറ്റുമായിരുന്നു. അന്ന ഈ രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, ജോലി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, ഇവിടെ കൊച്ചിയിൽ രാജഗിരിയിൽ പഠിക്കുമ്പോഴായാലും ഓർഫനേജിലുള്ള കുട്ടികൾക്ക് സൗജന്യമായി ട്യൂഷൻ എടുത്തിരുന്നു. അതിനാൽ തന്നെ അവരെല്ലാം അന്നയുടെ ഈ വിയോഗത്തിൽ പങ്കുചേർന്നിരുന്നു, അവരെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. അച്ഛനോട് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരുപാട് സ്വപ്നങ്ങളോടെ മകളെ അയച്ചതാണ്. മകളാണെങ്കിൽ തനിക്കുള്ള കരിയറും ഇതെല്ലാം വെച്ച് ആരോഗ്യവും ജീവിത പ്രശ്നങ്ങളൊന്നും വകവയ്ക്കാതെ ഒരു കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. എന്നാൽ കമ്പനിയുടെ ഭാഗത്ത് നിന്നും യാതൊരുവിധ സഹായം അല്ലെങ്കിൽ ഇത്തരത്തിൽ വീണ്ടും വീണ്ടും തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഒരു സമീപനമാണ് ഈ EY കമ്പനി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അമ്മ ഇത്തരത്തിൽ 5, അതായത് കമ്പനി CEO ഉൾപ്പെടെയുള്ള 5 പേർക്ക് ഇത്തരത്തിൽ മെയിൽ അയച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് അതായത് ഒരു ഫോറം രൂപീകരിക്കുമെന്നുള്ള ഒരു അറിയിപ്പ് മാത്രമാണ്. നമുക്കിത് വിശദമായി തന്നെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ജോലി സമ്മർദ്ദം എന്ന് പറയുന്നത് ജോലി സമയത്തിന് ശേഷവും നീളുന്ന സമ്മർദ്ദമാകുമ്പോൾ ആ സമ്മർദ്ദമാണോ ആ പെൺകുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. ഈ തലമുറയിൽപ്പെട്ട ഒരുപാട് പേർ അഭിമുഖീകരിക്കുന്ന ഈ വിഷയം നമുക്ക് വിശദമായി തന്നെ